ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്ത് SLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതൽ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊന്നും എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ നടന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ സിനിമ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു വന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഈവൻ പറ്റുന്നു. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷവാദാദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ട് ആയില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആവണമെന്നൊക്കെ പ്രതീക്ഷ അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഓടുമെന്നുള്ളതാണ് ഇതിന് ഒരേയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ എയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുധീരേട്ടനായിക്കോട്ടെ, സുധീരേട്ടൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ട് ഉള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞോട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ് നമ്മുടെ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയത്തില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം, എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്നോട് കൂട്ടി. ശമ്പളം മാത്രം വരാം, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്ക് വന്നു, മുഴുവൻ തരാതിരിക്കാൻ പറ്റിയിട്ടാന്ന് തോന്നുന്നു. എനിവേ വളരെയധികം സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോൻ്റെ ഡേ ആണ്. എന്നാലും 1-2 കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു.
ഞാനും ലിസ്റ്റൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമിർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, ആമറെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സ്റ്റീഫനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല, അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ്, നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം ബാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പം സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. അതിൽ 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ? കാരണം നമുക്കറിയാം, പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരാജിന്റെ കുറെ ഡയലോഗുണ്ട്. സുശീല എന്തോ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ. ഇത് ഒരു തിരിച്ചറിവായിട്ട്, കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിങ് ആണെങ്കിലും. ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഉണ്ട്, ഡാർക്ക് ഹ്യൂമറാണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്, കോമഡി നല്ലൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെയിലേക്ക് വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നത് ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ലിസ്റ്റൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ലിസ്റ്റൻ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജന്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിനിപ്പോൾ സുരാജ് ചേട്ടനും പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം എന്നാണ് ലിസ്റ്റൻ കാണുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പുള്ളിയുടെ അടുത്ത്? കണക്ക് ചോദിക്കണം. കണക്ക്. Anyway, thanks a lot, Suraj. Thanks a lot for joining. ഒരിക്കലും നല്ലൊരു കയ്യടി കൊടുക്കാം for Suraj. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ഉള്ളത്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജായിട്ടും ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിനിഞ്ഞാന്നാണ് അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജ് പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ
ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് തിയേറ്ററിൽ വലിയ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ലോഞ്ച് ഫംഗ്ഷന് അങ്കിത്തിലും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല ഫാഷനാണ് ടോവിനോ അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? ഇപ്പൊ അങ്ങനെയല്ല, ഇന്നിപ്പോ ഞാൻ ഡബിങ്ങിലായിരുന്നു, അത് കഴിഞ്ഞ് നേരെ ഓടി വന്ന വരവാണ്. അത്രേ ഉള്ളൂ. ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാണം മറയ്ക്കാൻ തുണി എടുക്കുന്നു എന്നുള്ള. എല്ലാവർക്കും നമസ്കാരം. ഇഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ടീം എടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 ഇറങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ചേട്ടാ ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ വിജയുടെ ഇറ്റ് മീൻസ് എ ലോട്ട്. വിജയുടെ ആ ഒരു പ്രസൻസ്. വേറെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു? ഇല്ല? ഓക്കെ. സോ എനിവേ നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. We're all set to celebrate the audio launch of ED Extra Decent. And നമ്മുടെ കോർ ക്രൂ, എസ്പെഷ്യലി മ്യൂസിക് ഡയറക്ടർ അങ്കിത്തിന്റെ ടീം, ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഗസ്റ്റിന് ലെറ്റ്സ് ഹാൻഡ് ഓവർ ആൻഡ് റിവീൽ. അത് നമ്മുടെ ഗസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് and they'll be revealing it. And that's how we're going to celebrate it. Listen, on the join you to hand it over. And can we have a big round of applause, everybody? Oru nalla kaiyadi kodukka for this moment. We are launching the music. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹപ്രവർത്തകർക്കും, ടെക്നീഷ്യന്മാർക്കും, പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും, ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പറഞ്ഞ പോലെ 20-ാം തീയതി സിനിമ റിലീസാണ്. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. എനിവേ എല്ലാവരും ഇങ്ങോട്ട് കുറേ ലേറ്റായി, തുടങ്ങാനായിട്ടും കുറച്ച് താമസിച്ചു. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് യാത്രയ്ക്ക് കുറേ സമയം എടുത്തു. അതും നിങ്ങൾ ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഇവിടെ കുറേ നേരം ഇരുന്നു, ഇത്ര നേരം ഇരുന്നു, അതും ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു എടുക്കുന്ന സമയം എല്ലാം ഇടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പം ഇഡി ക്രൂവിൻ്റെ പേരിൽ, വിലാസിനി സിനിമാസിൻ്റെ പേരിൽ, മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി, സന്തോഷവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിവേ എല്ലാവരും ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ ഫുഡെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോകണം. സാധാരണ പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ പലരും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ടിട്ട് കഴിച്ചിട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഫുഡും കഴിക്കണമെന്ന്. താങ്ക് യു. എടുത്തു പറയേണ്ടത് എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.